ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറെ കാലത്തിന് ശേഷം എന്ന് വെച്ചാൽ എത്ര അല്ലേടാ നമ്മുടെ ലാസ്റ്റ് മറ്റേ ട്രിവാൻഡ്രം മറ്റേ വലിയൊരു ലൈനപ്പ് ചേഞ്ച് തന്നെ മൊത്തത്തില് നമ്മുടെ ടീമിലാളുകൾ വന്നിരുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ പുതിയ ആൾക്കാര് ഇഞ്ചനെ പിന്നെ കണ്ടുണ്ട്. ബാക്കിൽ മൊയൽജോട് ബൊയലു കൊച്ചു കുഞ്ഞ്. നമ്മൾ ഏകദേശം എറണാകുളം ജില്ലയിലോട്ട് കയറി ചാലക്കുടി കഴിഞ്ഞ് അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളങ്ങനെ നമ്മളെ റിസോർട്ടിലെത്തിയിട്ട് ഇവിടെ ആലപ്പുഴയുള്ള റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ രാത്രി ഒരു ടർഫ് സെറ്റാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതായത് ക്രിക്കറ്റോ ഫുട്ബോളോ 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞങ്ങള് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള അപ്പോൾ ഉറങ്ങിയതാകെ ഒരാൾ മാത്രമാണ് നമ്മുടെ മൊയൽജോട്. ഇതാണ് മൊയൽജോട്. ഉറക്കിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് ഓടിച്ചത്. 10 കിലോമീറ്റർ വണ്ടി ഇരുന്നപ്പോഴേക്കും ആൾക്ക് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചത്. ഈ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരായാലും ഉറങ്ങി പോകുന്നല്ല ബോധം. നമ്മുടെ മൊയിലും ഇതാ ഊഞ്ഞാലാടാ മോള്. ഇവനാണ് നമ്മുടെ ഹിറ്റുന്റെ മോൻ ജെയിംസ് ബോണ്ട്. ഇവൻ വലിയ മോൻ പഴശ്ശി. ഇത് ഇക്രു, നമ്മുടെ ലേറ്റസ്റ്റ് റിക്രൂട്ട് ഇക്രു. ഇതാരാ? ഇത് നമ്മുടെ മാലിക്, സൈ മാലിക്, സൂയി മാലിക്. ആശാനിപ്പോ ചെറിയ ബ്രേക്കിലാണ്. ഇനിയിപ്പോ ഇപ്പൊ മറ്റേ ഇപ്പൊ കംബാക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും അത് ഒന്ന് റിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മളവിടുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന് ഇവിടെ ഇത്രയും പേരുടെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പുറത്ത് അവിടെ പോയിട്ട് പരിചയപ്പെടാം. പറഞ്ഞ സൗണ്ട് കേൾക്കണം, വന്നു കേൾക്കൊന്നുമില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു ഒരാളെടുക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവർക്കും ലവേഴ്സ് ഉള്ളവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗൈസ്, ഇത് KVA മൊട്ട. ഹായ്, ഹൗ ആർ യു? സോ മൊട്ട മലക്ക് പോകുന്നതാണോ? അത് എന്താണ് ഈ ഡ്രസ്സിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം? ഇത് ഒറിജിനല് ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് അതിന് നിന്നിട്ടാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇവരെ ചിക്കായിരുന്നു വലിച്ചിരുന്നത്. ഇത് ആരാണ് താങ്കളുടെ പേരെന്താണ്? കക്കാശി. ഇത് KVA കക്കാശി. ഗൈസ്, കാണാത്തവർക്ക് ഞാൻ ഓരോരുത്തരുടെ ഫേസ് റിവ്യൂലാക്കി തരാം. KVA ഹലോ. ഓ, നമ്മുടെ ട്രിവാൻഡ്രത്തെ മീറ്റപ്പിന് ശേഷം എല്ലാരും ഒന്ന് ഒത്തുകൂടുന്ന ഒരു മീറ്റപ്പ്. അൾട്രോണ് ചെറിയൊരു ഇൻട്രോവേർട്ട് പോലെയാണെന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ തമ്പുരാനറിയാം. അല്ലാ, ഹിറ്റ് മാൻ. ഞങ്ങളെ പോലെ വലിയ സാധാരണക്കാരോട് വന്നത് ഒരുപാട് സന്തോഷം. അമ്മായി മലക്ക് പോകാൻ വേണ്ടി പോവാൻ നിൽക്കാണ്ട് ഇവനാണ് സിറ്റിയില് KVA ഡാഞ്ചി, മിസ്റ്റർ ഗോഡ്. മിസ്റ്റർ ഗോഡിനെ പറ്റി പറയുകയാണെങ്കിൽ മേലിക്കൂടി പോകുന്ന ഒരു വള്ളി വില ഏണിയിട്ട് പിടിക്കുന്നവനാണ്. അത് അഡ്മിനാണോ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ടർഫ്, ക്രിക്കറ്റ് ടർഫ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഓടാനും ചാടാനൊക്കെ മടിയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുട്ബോൾ മാറ്റി ക്രിക്കറ്റ് ആക്കിയൊക്കെയാണ് ടർഫ്. ഫുട്ബോൾ ആണെങ്കിലും ഞാൻ ഓടത്തില്ല, ക്രിക്കറ്റ് ആണെങ്കിലും ഞാൻ ഓടത്തില്ല. സംഭവം ബാറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ, മറ്റേ ഫീൽഡ് ഇല്ലാന്നാണ് പറഞ്ഞത്. ഇത് സീതാൻ ഇവനെ നേരത്തെ കാണിച്ചതല്ല. ഇതൊക്കെ മാറി. മാധവ് ബേക്കേഴ്സ് കഫേ, ആലപ്പുഴയുള്ള ഗോൾഡൻ സ്പോർട്സ് എന്ന് പറയുന്ന കഫേയിൽ നമ്മളിപ്പോൾ കഫേലല്ല ടർഫിൽ
ടർഫിൽ നമ്മൾ ഒരു ക്രിക്കറ്റ് കളി കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾക്ക് വേണ്ടി ഫുൾ സെറ്റാണ്. ക്രിക്കറ്റ് കളിക്കാൻ ഫുൾ സെറ്റായിട്ട് തോന്നുന്നത്. ചെക്കന് പനിയാണ്, പനിയും ജലദോഷം. മൊട്ടയാണ് ഗൈസ് ബാറ്റിങ്ങിന് വരാൻ. മൊട്ടയ്ക്ക് ബോൾ എറിയുന്ന നിഞ്ച. നിഞ്ചയുടെ ബോൾ അപ്പാപ്പര് അപ്പാപ്പട്ടടിക്കുന്നു. ഇവിടെ വരെ കാറ്റടിക്കണം കേട്ടാ. അപ്പോൾ പഴശ്ശി ലെഫ്റ്റ് ഹാൻഡല്ലേ, പഴശ്ശിയുടെ നിപ്പ് വേണ്ടിയിട്ട് എന്തോ ചെയ്യാൻ പോവുക. അതെ ഇത് നോക്കുക, ഇത് എന്ത് കോലാണിത്? ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ വേണ്ട. ഈ ഓവർ പൈസ ഇറങ്ങോ. നമ്മളെ ബാറ്റ് ചെയ്യാൻ ആളില്ലേടി. ഹിറ്റ്മാൻ ഓൾറൗണ്ടർ എന്ന് പറയാം. ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും. സത്യം സത്യം കൈമടക്ക് കളിയാ. അതെന്റെ വിക്കറ്റ് കളഞ്ഞാണ്. സത്യം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു യുണോ കളിക്കാൻ, യുണോ ഫ്ലിപ്പ് കാർഡ് വെച്ചിട്ടുള്ള ഒരു കളി. ആർക്കും കളിക്കാറിയാത്തോണ്ട് കുഴപ്പമില്ല. എടാ തലയിരല്ലേ യുണോ. മൊയില് കോടീശ്വരനായി. നമ്മുടെ സ്വന്തം ആലപ്പിയിലാണ് ഗൈസ്. ആലപ്പിയിൽ നമ്മൾ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഗൈസ്. ഇവിടെ നമ്മൾ പിള്ളേരുണ്ട് ഞങ്ങൾ ഗൈസ്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് വരുന്നത്, ലെജൻഡർ പറയുന്നത്. നമ്മളങ്ങനെ യുണോ കളിക്കാണ്, യുണോ ഫ്ലിപ്പ്. ഇത് എത്രണ്ണല്ലേ? ഇത് തീരുവോ? കാർഡ് തീരുവോ? നല്ല രസമല്ല ഇത്ര കളി. ഫ്ലിപ്പ് പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഗൈസ്. പൊട്ടി പൊട്ടി പൊട്ടി. ചത്ത് അപ്പോ
തീർന്നില്ല. ശ്വാസത്തിലാണോ കളി? നമ്മൾ റിലാക്സ് ആകുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ അവിടുത്തെ റിലാക്സ് മൊത്തം റിലാക്സ് ആയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. നമ്മള് വേറെ ആളെ നോക്കണം. ശ്വാസം എടുത്തു വിടും. വിട്. വേണ്ടി മാത്രം ഗെയിം കളിക്കുക. നിനക്ക് ഗെയിമിൽ നിന്ന് സന്തോഷം കിട്ടാത്ത പോയിന്റിൽ അത് നിർത്തുക. അതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. സിറ്റുവേഷൻസ് ആയിട്ട് കാണുക. ഗെയിമിൽ സിറ്റി കയറുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് മാത്രം സിറ്റി കയറുക. ഹാപ്പിനെസ് കണ്ടെത്തുക, ഹാപ്പി ആയിട്ട് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നും ഈ ഗെയിമിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഗെയിം മടുക്കും, നിർത്താൻ തോന്നും. ജീവിതം നമ്മൾ എങ്ങോട്ടാ കൊണ്ടുവന്ന് അറിയത്തില്ല. സോ എത്ര കാലം ഇനി ഞാൻ ഗെയിമിൽ കൊണ്ടുപോകും എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ എല്ലാവരെയും എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതാണ് ഈ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തത്. ഈ ഒരു മീറ്റപ്പ് നടന്നതിന്റെ മെയിൻ ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ പ്രായമാണ്. ഇവൻ ഇപ്പൊ പ്രായമാണ്, പ്രായമാണ്. പ്രായമുള്ളതുകൊണ്ട് വന്ന് എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ചെയ്യാനാണെങ്കിലും ഗാങ്ങിലെ ആളുകൾ പുറത്താണെങ്കിലും ചെയ്യാനാണെങ്കിലും അതൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഹിറ്റ്മാൻ കേവിയുടെ ഒരു ബാക്ക് ബോർഡ് എന്ന രീതിയിൽ ഹിറ്റും നല്ല രീതിയിൽ നമ്മുടെ ഗാങ്ങിലുള്ള സമയത്ത് ഒരുപാട് കഷ്ടപ്പാട് യാതൊരു അനുഭവിച്ച ഒരാളാണ് അമ്മായി. അതുപോലെ തന്നെ മൊട്ട. ഞാൻ പറഞ്ഞാല് ഹിറ്റ്മാൻ മുന്നേ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ബ്രാവോ ടി വി കയറിയ ശേഷമാണ് ഒന്നുകൂടെ ഒരു ഇനീഷ്യേറ്റീവ് മുന്നേ എടുത്തിട്ട് ഏറ്റവും ഗാങ്ങിന്റെ കാര്യങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലേ. ആ കാര്യത്തിലാണെങ്കിലും നല്ലൊരു പങ്ക് ഇപ്പൊ ഇക്കുവാണെങ്കിലും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാസ്ട്രോ ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട്, ഈ കാസ്ട്രോ ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും പുള്ളിയുടെ ശരീരം പുറത്തു വന്ന് ഇത്രയും എല്ലാ മെമ്പേഴ്സിനോടും ഇന്ററാക്ട് ചെയ്തത് ഞാൻ കൊല്ലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതില് കണ്ടു ഞാൻ. മീറ്റപ്പ് അടിപൊളിയായിരുന്നു. ഇത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ പറയാനൊന്നും കിട്ടാതായിരുന്നു. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഫസ്റ്റ് ഞാൻ എല്ലാവരും അന്ന് ഇവരെ ഞാൻ ലൈവിലൊക്കെ കണ്ടാണ് അറിയാതന്നെ. ഇവിടെ പിന്നെ ഇങ്ങനൊരു ഫാമിലി കയറണം എന്നുണ്ടെങ്കിലും ഈ കാരണം ക്യാഷോടെ വലിയൊരു ഫാനാണ്. പണ്ട് ചെറിയൊരു മിനിസ്ട്രി കണ്ടു തുടങ്ങിയാണ്. മൊത്തം ലൈവ് സ്ട്രീം ആണെങ്കിലും എന്താണെങ്കിലും പിന്നെ നേരിട്ട് കാണുമ്പോ എനിക്കാണെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒരു ഒരിക്കലും നടക്കാത്ത കാര്യമൊന്നും ഫോട്ടോ എടുക്കാൻ മനസ്സൊക്കെ ഇങ്ങനെ വിറച്ചോടിക്കാണ് ആ സമയത്ത്. പിന്നെ കാസ്ട്രോയുടെ കാറിൽ കയറിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു കാസ്ട്രോന്റെ ലൈവ് കണ്ടിട്ട് ഞാൻ വന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ കാസ്ട്രോന്റെ ലൈവ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയും കാലമായിട്ട്. അത് അങ്ങനല്ല, കാസ്ട്രോന്റെ ലൈവ് ഞാൻ കണ്ടോണ്ടിരുന്നു. പിന്നെ ആദ്യം ഞാൻ മിസ്റ്റർ കൂട് നിട്ടല്ല വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഫസ്റ്റ് കേരളത്തിലുള്ള ടോപ്പ് കയറിയ തമിഴ് പേരാണ്. ഓരോ അധ്യയന വർഷം കഴിയുമ്പോഴും ഓരോ പോകുന്നതുപോലെ ഇപ്പൊ ഞാൻ അറിയിക്കുകയാണ്, ഈ മാസത്തോടു കൂടി ഞാൻ ഈ ഗ്യാങ്ങിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ ഒരു 6 മാസത്തേക്ക് കുറച്ച് ജോലിയുടെ തിരക്കുകൾ കാരണം ഗ്യാങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ടിയിരിക്കുന്നു.